Good morning, all of you. Today, we are going to talk about the three L's of empowerment by Christine Lagarde. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് +2 ക്ലാസ്സിലെ ദ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് എന്ന ക്രിസ്റ്റീൻ ലഗാർഡ് എഴുതിയിട്ടുള്ള ഒരു സ്പീച്ചാണ്. അപ്പോൾ വാട്ട് ഈസ് എംപവർമെൻറ്റ്? എംപവർമെൻറ്റ് മീൻസ് സ്ത്രീ ശാക്തീകരണം. വുമൻ എംപവർമെൻ്റ് എന്ന് വെച്ചാൽ സ്ത്രീ ശാക്തീകരണം എന്നാണ് അർത്ഥം. നമ്മൾ ഒരുപാട് കേൾക്കുകയും ഒരുപാട് പ്രസംഗിക്കുകയൊക്കെ ചെയ്ത ഒരു വിഷയമാണ്. അങ്ങനെ ഒരുപാട് സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി കാര്യമായിട്ട് യാതൊരു പുരോഗതിയും ഇല്ലാത്ത ഒരു മേഖല കൂടിയാണ് സ്ത്രീ ശാക്തീകരണം, അല്ലേ? നമ്മളെപ്പോഴും സ്ത്രീകൾ എംപവർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും വിമോചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വിമൻ ലിബറേഷൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വിരലിലെണ്ണാവുന്ന എക്സാമ്പിൾസേ ഉള്ളൂ. നമ്മളെപ്പോഴും ഒരു ഇന്ദിരാഗാന്ധിയോ ഒരു പ്രതിഭ പാട്ടീലോ ഒക്കെയാണ് നമുക്കുള്ളൂ. എന്തുകൊണ്ട് ഇതിൽ കൂടുതൽ ആൾക്കാർ, ഇതിൽ കൂടുതൽ സ്ത്രീകളെ നമുക്കൊരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല? ഹാവ് യു എവർ തോട്ട് ഓഫ് ദിസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരുപാട് സംവരണങ്ങളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരുപാട് സംവരണങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും സ്ത്രീകൾ എന്തുകൊണ്ട് ഉയർന്നു വരുന്നില്ല? നമുക്ക് നോക്കാം ക്രിസ്റ്റീൻ ലഗാർഡ് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ അവരുടെ ഈ സ്പീച്ചിൽ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് മീ റീഡ് ഇറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. It is great to be among friends and kindred spirits. The 21st century possesses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. But women today remain blocked from contributing their true potential. This has a huge cost. In some countries, per capita income lags significantly because women are denied equal opportunity. They represent half the world's population but contribute far less than 50% of economic activity. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the three L's of women's empowerment: learning, labor, and leadership. അപ്പോൾ എന്താണ് ക്രിസ്റ്റീൻ ലഗാർഡ് ദ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സോ ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, ദിസ് ഇസ് എ സ്പീച്ച്. അവരുടെ ഒരു സ്പീച്ചാണിത്. അതുകൊണ്ട് തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞുകൊണ്ടാണിത് തുടങ്ങുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. ഫ്രണ്ട്സിൻ്റെയും കിൻഡ്രഡ് സ്പിരിറ്റ്സ് മീൻസ് ബന്ധുക്കൾ, സഹോദരങ്ങൾ എന്നൊക്കെ പറയാം. അപ്പം ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ്, വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ഐ ആം. വളരെ നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ സ്പീച്ച് തുടങ്ങുന്നത്. The 21st century possesses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. അപ്പോൾ ക്രിസ്റ്റീൻ ലഗാർഡയുടെ അഭിപ്രായത്തിൽ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എക്കണോമിക് റോൾ ഓഫ് വുമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. സ്ഥിരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വേൾഡാണ് ഈ 21st സെഞ്ച്വറിയിൽ. അങ്ങനെയുള്ളൊരു ലോകത്തിൽ എക്കണോമിക് റോൾ ഓഫ് വുമൻ, സ്ത്രീകളുടെ സാമ്പത്തികമായിട്ടുള്ള റോൾ, ഇതാണ് നമ്മൾ ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. പക്ഷേ the problem is that today's women are blocked from contributing their true potential. ഇന്നത്തെ സ്ത്രീകൾ അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ, അവരുടെ എബിലിറ്റീസ്, കഴിവുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. അവർക്ക് പറ്റുന്നില്ല. സ്ത്രീകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ ആ കഴിവുകളൊക്കെ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നില്ല. നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ വീട്ടിലോ തന്നെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് സ്ത്രീകൾ അങ്ങനെ നല്ല കഴിവുകളുണ്ടായിട്ടും എന്തൊക്കെയോ പല പല റെസ്ട്രിക്ഷൻസ് കാരണം മുന്നോട്ട് വരാൻ പറ്റാതെ പോയ ഒരുപാട് സ്ത്രീകളെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, അല്ലേ? ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇങ്ങനെ സ്ത്രീകൾ അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ പുറത്ത് എടുക്കാനാവാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരുപാട് നഷ്ടങ്ങളുമുണ്ട്. ചില രാജ്യങ്ങളിലൊക്കെ പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം വളരെ കുറവാണ്. ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അതിൻ്റെ കാരണം എന്താണ്? സ്ത്രീകൾക്ക് തുല്യ അവകാശം കിട്ടുന്നില്ല.
സ്ത്രീകൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഹാഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ. ലോകത്തിൻ്റെ ജനസംഖ്യയിലെ പകുതിയും സ്ത്രീകളാണ്. പക്ഷേ കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50% ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. മൊത്തം എക്കണോമിക് ആക്ടിവിറ്റി എടുത്താൽ അതിൽ 50% താഴെയാണ് സ്ത്രീകളുടെ സംഭാവന. ഇനി ഇത് ചേഞ്ച് ചെയ്യാൻ എന്താണ് വേണ്ടത്? ഈ ഒരു അവസ്ഥയിലൊരു മാറ്റം കൊണ്ടുവരാൻ എന്തു വേണം എന്നതിൻ്റെ ആൻസറായിട്ട് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് എന്താണ്? ദ 3 Ls ഓഫ് വിമൻസ് എംപവർമെൻറ്റ്. സ്ത്രീകളെ ശാക്തീകരിക്കാൻ അവർ കണ്ടെത്തുന്ന 3 വാക്കുകളാണ് 3 Ls. ദ വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റർ എൽ. എൽ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന 3 വാക്കുകൾ ഏതൊക്കെയാണത്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. സ്ത്രീകളെ പഠിപ്പിക്കുക, അവർക്ക് തൊഴിൽ കൊടുക്കുക, അവർക്ക് ലീഡർഷിപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. These are the 3 Ls of women's empowerment put forwarded by Christine Lagarde. Moving on to the next paragraph. First, about learning. Education is the foundation upon which any change is built. Learning helps women to help themselves and break the shackles of exclusion. Now here is this more essential than in the developing world. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. അവ എന്താണ് പറയുന്നത്? ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നതാണ് ഈ ഒരു പാരഗ്രാഫിൽ ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നത്. ലേണിംഗ് എങ്ങനെയാണ് ലേണിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു സ്ത്രീയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽറ്റ്. ഏതൊരു ചേഞ്ചും കൊണ്ടുവരാൻ ഉതകുന്ന ഫൗണ്ടേഷനാണ് എഡ്യൂക്കേഷൻ. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. മാറ്റി നിർത്തലുകളിൽ നിന്ന്, അരികെ മാറ്റി നിർത്തപ്പെടലുകളിൽ നിന്ന് സ്ത്രീകൾക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി എന്നുള്ളത് എന്താണ്? എഡ്യൂക്കേഷനാണ്. വിദ്യാഭ്യാസം നേടുക എന്നതാണ്, സെൽഫ് റിലയൻ്റ് ആവുക, സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നത് മാത്രമാണ് ഒരു സ്ത്രീക്ക് ഷാക്കിൾസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരേ ഒരു വഴി. ഷാക്കിൾസ് മീൻസ് ചങ്ങല. സ്ത്രീകൾ ഒരുപാട് ചങ്ങലക്കണ്ണികൾക്കുള്ളിലാണല്ലേ. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. ഒരു സ്ത്രീ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചങ്ങലക്കണ്ണികളുണ്ട് അവളെ പിറകോട്ട് പിടിച്ചു വലിക്കാൻ. ഫാമിലി, ഹസ്ബൻഡ്, ഇഫ് ഷീ ഈസ് മാരീഡ്, വിവാഹം ചെയ്തൊരു സ്ത്രീ ആണെങ്കിൽ അവൾക്കുള്ള കുട്ടികളുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യം നോക്കണം. എല്ലാം നോക്കിയിട്ട് ബാക്കി മിച്ചം വരുന്ന സമയമാണ് അവൾക്ക് ജോലിക്ക് പോകേണ്ടത്. ഇനി മറ്റൊരു പുരുഷൻ്റെ കേസിലാണെങ്കിലോ അങ്ങനെയുള്ള യാതൊരു ഷാക്കിൾസും ഇല്ല അല്ലേ. അയാൾക്ക് നേരെ ജോലിയാണെങ്കിൽ ജോലി, വീടാണെങ്കിൽ വീട്, ഇങ്ങനെയല്ലേ. Now here is this more essential than in the developing world. There is an African adage that goes. Adage means പഴഞ്ചൊല്ല്. ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലാണ് ഇനി പറയാൻ പോകുന്നത്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. നിങ്ങൾ ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളൊരു മാൻ, ഒരു മെയിലിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അത് അത്രയേ ഉള്ളൂ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ ഗേൾ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് എങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ട്രെയിനിങ് എ വില്ലേജ്. അത് ഒരു വില്ലേജിന് മൊത്തം നിങ്ങൾ ട്രെയിനിങ് കൊടുത്തതുപോലെയാണ്. നമ്മൾ പറയും ഒരു സ്ത്രീയാണ് ആ കുടുംബത്തിൻ്റെ വിളക്ക് എന്നല്ലേ. ആ വീട്ടിലെ കുട്ടികളുടെ സ്വഭാവം, ആ കുട്ടികളുടെ വളർച്ചാ രീതി, മിക്കപ്പോഴും ഇതൊക്കെ നിർണ്ണയിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീ എങ്ങനെയാണ് എന്നുള്ളതാണ്. എക്സെപ്ഷൻസ് ഉണ്ടാവാം, അങ്ങനെ അല്ലാത്ത കേസുകളും ഉണ്ടാവാം. പക്ഷേ ഒരു വിദ്യാഭ്യാസമുള്ള സ്ത്രീ വളർത്തിയ കുട്ടിയും അങ്ങനെ അല്ലാത്തൊരു സ്ത്രീ വളർത്തിയ കുട്ടികളും തമ്മിൽ മാറ്റം ഉണ്ടാവും അല്ലേ. മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവും. If learning is just the first step, labor is the second. Labor facilitates women to flourish and achieve their true potential. But at present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിച്ചു. ലേണിംഗ് എങ്ങനെയാണ് സ്ത്രീക്ക് എംപവർമെൻറ്റ് കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി വാട്ട് ഈസ് അബൌട്ട് ലേബർ. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് തൊഴിലുണ്ടായാൽ അവൾ എങ്ങനെയാണ് ലിബറേറ്റഡ് ആവുന്നത്, അവൾ എങ്ങനെയാണ് സ്വതന്ത്രയാവുന്നത്. സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ധൈര്യമാണ് അല്ലേ. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരു സ്വന്തമായിട്ടൊരു തൊഴിൽ, സ്വന്തമായിട്ട് ഒരു
സമ്പാദ്യം, ഇതൊക്കെ ഒരു സ്ത്രീക്ക് എപ്പോഴും അത്യാവശ്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും they get stuck in low paying, low status and low security jobs. സ്ത്രീകൾക്ക് എപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും പേയ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്, തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കുന്നില്ല, സ്റ്റാറ്റസ് കുറഞ്ഞ ജോലി കിട്ടുന്നു, ലോ സെക്യൂരിറ്റി ജോബ്സ്, സെക്യൂരിറ്റി കുറവാണ്, സേഫ്റ്റി കുറവായ ജോലികളും സ്ത്രീകൾക്ക് ലഭിക്കുന്നു. ഇതൊക്കെ പ്രോബ്ലംസ് ആണ്. Globally, women earn only 3/4 as much as men, even with the same level of education and in the same occupation. ഒരേ ജോലിയും ഒരേ എഡ്യൂക്കേഷനും ആണെങ്കിൽ കൂടി പുരുഷന്മാർ ഏൺ ചെയ്യുന്നതിൻ്റെ അത്ര, അവരുടെ സമ്പാദ്യത്തിൻ്റെ അത്ര സ്ത്രീക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല. ഷുവർലി വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോം ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. നമ്മളെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ മുദ്രാവാക്യം എന്താവണമെന്നാണ് പറയുന്നത്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ പേയ്മെൻറ്റ്, തുല്യ വേതനം. Recent researches show that eliminating gender gaps in economic participation can bring an increase in per capita income. ഈ ഒരു ജെൻഡർ ഇനീക്വാളിറ്റി, ജെൻഡർ ഗ്യാപ്സ്, സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമില്ലാതെ രണ്ടു പേർക്കും തുല്യമായ ഏർണിംഗ് കൊടുക്കുകയാണെങ്കിൽ, സാലറി കൊടുക്കുകയാണെങ്കിൽ, ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. ഒരു രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനത്തിൽ കാര്യമായ മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഈ അടുത്ത് നടന്ന ചില റിസർച്ചുകൾ പറയുന്നത്. We can undoubtedly promote more opportunity for women in the workplace. It's all about changing laws, for example, by ensuring that property and inheritance laws do not discriminate against women. ഇനി സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഒന്നാമത്തത്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്, നിയമങ്ങൾ മാറ്റണമെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നത്. എങ്ങനെയുള്ള നിയമങ്ങളാണ്? എൻഷുറിങ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ്, സ്വത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലേ? സ്ത്രീക്കും പുരുഷനും തുല്യമായ രീതിയിലല്ല പൂർവിക സ്വത്ത് കിട്ടുന്നത്. ആ നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് സ്ത്രീക്കും പുരുഷനും ഒരേ അളവിൽ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റണമെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ സ്ത്രീക്ക് അനുയോജ്യമായ അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയർ വർക്ക് പ്ലേസിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് അവർ പറയുന്നു. It also means policies that encourage education and healthcare. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. So, learning and labor are key factors. It also means policies that encourage education and healthcare. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. So, learning and labor are key factors. അപ്പോൾ നമ്മൾ നേരത്തെ ചില നിയമങ്ങൾ പറഞ്ഞു. പാരമ്പര്യമായി സ്വത്ത് കൈമാറുമ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ട് കൊടുക്കുക. ഇനി മറ്റൊന്ന്, there should be laws. എങ്ങനെയുള്ള നിയമങ്ങളാണ്? that encourage education and health care for women. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അവരുടെ ആരോഗ്യ സംരക്ഷണമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില നിയമങ്ങൾ കൂടി കൊണ്ടുവരണം. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. Usually, women do not have property of their own. അല്ലേ? സാധാരണയായിട്ട് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ലോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അധികാരികളെ സമീപിക്കുമ്പോൾ ഒരുപാട് നൂലാമാലകളിൽ പെടാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഇടപെട്ടിട്ട് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ്, ഇതുപോലെയുള്ള ലോണുകളൊക്കെ സ്ത്രീകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് അവസരങ്ങൾ ഒരുക്കണം. സോ ദാറ്റ് ദേ ക്യാൻ ബി എക്കണോമിക്കലി ലിബറേറ്റഡ്, എക്കണോമിക്കലി ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെ സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ട് സ്വതന്ത്രരാവാൻ പറ്റുമെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. And finally, she concludes that learning and labor are key factors. സ്ത്രീകളുടെ എംപവർമെൻറ്റിന്, ശാക്തീകരണത്തിന് പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലേണിങ്ങും ലേബറുമാണ്. The third L is leadership that enables women to rise and fulfill their innate abilities and talents. ഇനി സ്ത്രീകൾക്ക് അവരുടെ ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവുകളും ടാലൻറ്റും ഒക്കെ പരിപോഷിപ്പിക്കാനുള്ള മൂന്നാമത്തെ കീ പോയിൻ്റ് എന്ന് പറയുന്നത്, ദ തേർഡ് എൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഒന്ന് ലേബർ പഠിച്ചു, സെക്കൻഡ് ലേണിംഗ് പഠിച്ചു, ആൻഡ് തേർഡ് ഇസ് ലീഡർഷിപ്പ്. ഹിയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ദ ഐറണി ഈസ് ദാറ്റ് when women lead, they tend to do as good a job as others, if not a better job.
They are more likely to make decisions based on consensus building, inclusion, compassion, and with a focus on long term sustainability. It is true that women sometimes lack the confidence to match their competence, but they need to change that mindset and reset the narrative in their favor. So, it is essential that women be ready to dare the difference, to take risk and step outside their comfort zones. ഇനി ലീഡർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി ക്രിസ്റ്റീൻ ലഗാർഡ് ഇവിടെ പറയുന്നുണ്ട്. അവർ പറയുന്നത് ദ ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ കൺസെൻഷ്യസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. വളരെയധികം ആലോചിച്ചുകൊണ്ട് ദീർഘനാളത്തെ സസ്റ്റൈനബിലിറ്റിയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കമ്പാഷനോട് കൂടി ഒരു അനുകമ്പയോട് കൂടിയൊക്കെയുള്ള തീരുമാനമാണ് സ്ത്രീകൾ എടുക്കുക. ചില സമയത്തൊക്കെ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതാവുന്നുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ ദ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നരേറ്റീവ് ഇൻ ദർ ഫേവർ. വിമൻ ഹാവ് ടു ചേഞ്ച് ദർ മൈൻഡ് സെറ്റ്. അവർ ആ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എ വുമൺ ടു ഡെയർ ദ ഡിഫറൻസ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഒരു സ്ത്രീ തയ്യാറാവണം. ആൻഡ് റിസ്ക് എടുക്കാനും തയ്യാറാവണം. ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺ. അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ധൈര്യം അവർ കാണിക്കണം. ഒരു പക്ഷേ വീടായിരിക്കാം, ഫാമിലി ആയിരിക്കാം, ഇതൊക്കെയായിരിക്കും ഒരു സ്ത്രീയുടെ കംഫർട്ട് സോൺ. ഇതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ അവർ എപ്പോൾ ധൈര്യം കാണിക്കുന്നുവോ അപ്പോഴേ അവരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അതിൻ്റെ മുഴുവൻ സ്ട്രെങ്ത്തിൽ പുറത്തേക്ക് വരികയുള്ളൂ. Nonetheless, even those with a drive to succeed continue to face barriers. Whether we are talking about providing primary education for girls in a village or executive positions for women in business. നമ്മൾ എപ്പോഴും സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളുടെ എക്സിക്യൂട്ടീവ് പൊസിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലൊരു കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും സ്ത്രീകൾ സ്വയം മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ there can be a lot of barriers. അവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ടാവാം. It's time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. The 3 L's will help us get there. If we dare the difference will deliver. Thank you very much. പിന്നെ എങ്ങനെയാണ് ക്രിസ്റ്റീൻ ലഗാർഡ് അവരുടെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത് നോക്കാം. അവർ പറയുന്നു, എല്ലാ സ്ത്രീകൾക്കും അവരുടെ മുഴുവൻ കഴിവുകളും പുറത്തെടുക്കാനും അത് പ്രകടിപ്പിക്കാനും യാതൊരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ, യാതൊരു മുൻവിധികളുമില്ലാതെ അത് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാനും കഴിയുന്ന ഒരു കാലം ക്രിയേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്. അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ ഈ ലോകത്തിന് തന്നെയാണ്. ആൻഡ് ദ 3 L's വിൽ ഹെൽപ്പ് ദ വുമൻ ടു ബി എംപവേർഡ്. ക്രിസ്റ്റീൻ ലഗാർഡ് മുന്നോട്ട് വെച്ച ഈ 3 L's, ദ 3 words that starts with letter L, ഇത് ഇങ്ങനെ ഒരു ചേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ സ്ത്രീകളെ സഹായിക്കുമെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. ഐ റിപ്പീറ്റ്, വാട്ട് ആർ ദ 3 L's ഓഫ് എംപവർമെൻറ്റ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഫൈനലി ക്രിസ്റ്റീൻ ലഗാർഡ് സെസ് ദാറ്റ് ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. നമ്മളൊരു ചേഞ്ചിനൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ധൈര്യം കാണിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ആൻഡ് ഷീ എൻഡ്സ് അപ്പ് ഹർ സ്പീച്ച് ഹിയർ. So this is our chapter, the 3 L's of empowerment. I hope it is clear for you all. എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോസിൽ കൂടുതൽ ഡിസ്കഷനുമായിട്ട് വരാം. താങ്ക് യു.